CPM-ന്റെ സംസ്ഥാന സമ്മേളനം അവസാനിപ്പിച്ചപ്പോൾ അന്ന് പറഞ്ഞു കേട്ടത് ഇനി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാമത്തെ LDF സർക്കാർ വരുമെന്നുള്ളതാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള തലയെടുപ്പുള്ള നേതാക്കൾ കോൺഗ്രസിൽ ഇല്ലാത്തത് സഹായകമാകും. BJPക്ക് പുതിയ അധ്യക്ഷൻ വരുന്നു, രാജീവ് ചന്ദ്രശേഖർ. അപ്പം 5% മാത്രം ഉണ്ടായിരുന്ന BJPയുടെ വോട്ട് ഷെയർ 20% വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭീഷണിയായിട്ട് വരും. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു ശക്തി ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ ആരോപണം ഉണ്ടായാലും അവർക്കതിനെ മറികടക്കാൻ കഴിയുന്നൊരു വിശ്വാസം LDFിനുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കുമോ? ഈ പിണറായി വിജയൻ ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ആ സ്ഥാനം ഇപ്പം ജനമനസ്സിൽ ഇല്ല. കുറച്ചാൾ മുമ്പ് വരെ പിണറായി വലിയൊരാളായിട്ട് നിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ജനങ്ങൾ വല്ലാതെ വെറുത്തിരിക്കുന്നു CPM സർക്കാരിനെ. കാരണം ഒന്നിനും ഒരു തീരുമാനമില്ലാതെ വലിയ പണക്കാരുടെ പിന്നാലെ, കാറിന് പിന്നാലെ, അതിൻ്റെ പിന്നാലെ പോകുന്ന ഒരു ആഡംബര ജീവിതം നയിക്കുന്ന സർക്കാർ. ഇപ്പോൾ അടുത്ത കാലത്ത് വീണ ജോർജിൻ്റെ ബാഗിൻ്റെ വില പുറത്ത് വന്നില്ല. ആ ബാഗിൻ്റെ പേര് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതിനെന്തോ 35,000 മുതൽ 1,4 ലക്ഷം വരെ വിലയുള്ള ബാഗാണ്. ഏറ്റവും കുറഞ്ഞ വെറൈറ്റിക്ക് 38,000 രൂപയാണ്. ഇപ്പോൾ 38,000 രൂപയുടെ ബാഗ്, ഹാൻഡ് ബാഗ് കൊണ്ടു നടക്കുന്ന ഒരു മന്ത്രി ജനങ്ങളുടെ ഇടയിൽ പുച്ഛത്തിന് പാത്രമാകും. ഈ അധികാരത്തിൻ്റെ ഒരു പ്രശ്നം കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, എന്നോട് ചോദിക്കാൻ ആരുമില്ല എന്നൊരു ഹ്യൂബ്രിസ് മനസ്സിൽ വരും. അങ്ങനെയാണ് ഇവർ താഴെ വീഴുന്നു. അങ്ങനെയാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ ആരെങ്കിലും ഈ ബ്യൂറോക്രസിയൊക്കെ പറയും, സാർ ഇത് രേഖയിൽ കിടക്കുകയല്ലേ, അത് പ്രശ്നമാവുക എന്നാണ്. എന്ത് പ്രശ്നമാകും, പോകാൻ പറയുമോ? ഈ രേഖയായിരിക്കും നാളെ പ്രശ്നമായിട്ട് മാറും. ആ രേഖ എടുത്തു മാറ്റാനോ മായ്ച്ചു കളയാനോ വേറെ എഴുതാനോ ഒന്നും ഒരു മെനക്കെടില്ല. കാരണം എന്നെ ചലഞ്ച് ചെയ്യാൻ ആരുമില്ല എന്നുള്ള ഒരു തോന്നൽ. ഇത് അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അധികാരം വന്നു കഴിയുമ്പോൾ അവനോട് പോകാൻ പറയും. പിന്നെ ഇങ്ങനെയുള്ള ഒരു തോന്നൽ. അപ്പോൾ അത് അടിമുടി വ്യാപിച്ചു ഇടതുപക്ഷ സർക്കാരിന്. ഒരു ആഡംബര സർക്കാരാണ്. കാറിന് വേണ്ടി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തുന്നു. ആശാ വർക്കേഴ്സിന് കൊടുക്കുന്നുമില്ല. ഇപ്പോൾ ഇതിൻ്റെ ന്യായം ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ല. ആശാ വർക്കേഴ്സിൻ്റെ ഓണറേറിയം വർദ്ധിപ്പിക്കാനായിട്ട് ശരി, നിങ്ങൾക്ക് കേന്ദ്രം തരാനുണ്ട്, ഇതൊക്കെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള കാശ് കാറ് മേടിക്കാൻ മാറ്റിവെക്കാതെ ഇവർക്ക് കൊടുക്കരുതോ? ഈ ഒരു ചോദ്യത്തിന് ഒരു മറുപടി വേണ്ടേ? അതില്ല. അപ്പോൾ മൊത്തത്തിൽ സ്വന്തം സുഖസൗകര്യങ്ങൾ നോക്കി ആഡംബരത്തിൽ ഭ്രമിച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരു അധികാരി വർഗമാണ് പിണറായി വിജയൻ്റെ സർക്കാർ എന്ന് ജനങ്ങൾക്ക് അസാമാന്യമായ അമർഷമുണ്ട് ഇക്കാര്യത്തിൽ. ഈ അമർഷം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതാണ് അടുത്ത തെരഞ്ഞെടുപ്പിലെ ചോദ്യം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമർഷമുണ്ടെങ്കിൽ പോലും പലവിധ കാര്യങ്ങൾ കൊണ്ട് പിണറായി വിജയന് തന്നെ പൂർവാധികം ഭംഗിയായിട്ട് വോട്ട് ചെയ്തു. അത് ന്യൂനപക്ഷങ്ങളുടെ ഒരു ടെക്നിക്കൊക്കെ ആയിരുന്നു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തേക്ക് പോയ ന്യൂനപക്ഷ വോട്ടുകൾ തിരിച്ച് CPM-ന് പിടിക്കാൻ സാധിച്ചു. അതുകൊണ്ട് കുറച്ചുകൂടെ സീറ്റുകൾ കൂടുതൽ കിട്ടി. 99 സീറ്റൊക്കെ ആയിട്ട് പിണറായി അധികാരത്തിൽ വന്നു. ആ സാഹചര്യമല്ല ഇപ്പോൾ. ഈ രാഷ്ട്രീയം മാറിമറിയാൻ വലിയ നേരമൊന്നും വേണ്ട. അതേ സാഹചര്യം ഇപ്പോഴുണ്ട്. 2021 സാഹചര്യം 2026 ആവർത്തിക്കും എന്ന് വിചാരിക്കുന്നത് ഭോഷ്കാണ്. പിന്നെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് ഈ NGO യൂണിയൻ, കോളേജ് അധ്യാപകർ, കോളേജ് വിദ്യാർത്ഥികൾ തുടങ്ങിയവരാണ്. ഇവർക്കൊക്കെ ഇവർ പിൻവാതിൽ നിയമനം കൊടുത്തും തരാമെന്ന് പറഞ്ഞ് മോഹിപ്പിച്ചും അങ്ങനെ ഇങ്ങനെ നിർത്തി വലിയൊരു സൈന്യം അവരുടെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പോലും ഇടപെടാൻ സാമർഥ്യമുള്ള ആൾക്കാർ. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പക്ഷേ ഈ പോളിംഗ് ബൂത്തിൽ അവിടെ ഇരിക്കുന്ന ആളിൻ്റെ ഒരു സാമർഥ്യമുണ്ടില്ല. പലപ്പോഴും 2-3 വോട്ടൊക്കെ ആയിരിക്കും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നു. തർക്കം വരുന്നതൊക്കെ അതിനകത്ത് ഇടപെടുക ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒരു സ്വാധീനം, ഒരു ചെയിൻ ഓഫ് ആൾക്കാരെ അവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് അവരുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം. ആ യന്ത്രം ചലിപ്പിച്ചാണ് അവർ ബാക്കി വോട്ടുകളും കൂടെ സമാഹരിച്ച് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലൊക്കെ അധികാരത്തിൽ വരുന്നത്.
ഇത് തകരാൻ വലിയ നേരം വേണ്ട എന്നുള്ളതാണ്. ഇത്തരം ഈ കള്ളക്കച്ചവടം ഉണ്ടല്ലോ, എപ്പോൾ പൊളിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി. അത് എപ്പോഴും ഒരു മിസ്ട്രസ്റ്റ് അതിൽ പ്രവർത്തിക്കുന്നവർ തമ്മിലുണ്ടാവും. ഇവൻ പാരവയ്ക്കുമോ അവൻ പാരവയ്ക്കുമോ എന്ന് പറഞ്ഞിങ്ങനെ സംശയത്തിൻ്റെയും ദുഷ്ടലാക്കിൻ്റെയും ഒക്കെ ഒരു പ്രോഡക്റ്റാണ് ഇത്തരം കാര്യങ്ങൾ. അത് പൊളിയുന്നത് നിമിഷം കൊണ്ടായിരിക്കും. ഒരാളായിരിക്കും അത് പൊട്ടിക്കുന്നത്. അത് പിന്നെ മാലപ്പടക്കം പോലെ എല്ലാ സ്ഥലത്തും പൊട്ടിത്തെറിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ CPM-ന് ആവുന്നില്ല. ഇനി കണ്ടാൽ തന്നെ അവർക്കതിന് പരിഹാരമില്ല. കാണുന്നവർ പറഞ്ഞാൽ പറയുന്നവൻ ചീത്തയാകുന്നൊരവസ്ഥ പാർട്ടിയിലുണ്ട്. പിണറായി വിജയൻ്റെ പോക്ക് ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാർട്ടിയിലുണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത നേതാവായിട്ട് പിണറായി നിൽക്കുന്നു. ഇത് വെച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ തവണ ജയിച്ച പോലെ ഇത്തവണയും ജയിക്കാം എന്നാണ് അവരുടെ വിചാരം. അങ്ങനെ നടക്കില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് വലിയ ചോർച്ചയുണ്ടാകും. വോട്ടർമാരിൽ നിഷ്കളങ്കരായ വോട്ടർമാരുണ്ടല്ലോ, മറിച്ച് വോട്ട് ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല. പഴയ പോലെ ഒരു തൊഴിലാളി പാർട്ടിയായിട്ടൊന്നും CPM-നെ ആരും കാണുന്നില്ല. തൊഴിലാളി എന്നൊരു വാക്ക് പിണറായി വിജയൻ ഉച്ചരിച്ചിട്ട് എത്ര കാലമായി? സിനിജി കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും തൊഴിലാളി എന്ന് പറയുന്നത്? ഇല്ല. മുഹമ്മദ് റിയാസിൻ്റെ പ്രസംഗത്തിൽ തൊഴിലാളിയുണ്ടോ? ഇല്ല. MV ഗോവിന്ദൻ തത്വം ഒക്കെ പറയുമ്പോൾ തൊഴിലാളി വർഗ പ്രത്യയശാസ്ത്രം എന്നൊക്കെ പറയും. ബട്ട് പ്രായോഗികമായിട്ട് പുള്ളിയുടെ സ്പീച്ചിൽ പച്ച രാഷ്ട്രീയമല്ലാതെ തൊഴിലാളി എന്നൊരു വാക്ക് കേൾക്കാനില്ല. അത് കർഷക തൊഴിലാളി, അവരുടെ പേര് ഇപ്പോൾ കേൾക്കാനില്ല. വല്ലപ്പോഴും മസിൽ പിടിപ്പിക്കുന്നത് ചുമട്ടു തൊഴിലാളികളാണ്. അതും ഫോർ ഓൾ റോങ് റീസൺസ്. നോക്കുകൂലി, അത് ഇത് അടിപിടി, ഇതിനൊക്കെയാണ്. നല്ല കാര്യങ്ങൾക്കൊന്നും CITUവിൻ്റെ പേര് കേൾക്കാറില്ല. ഇപ്പോൾ തൊഴിലാളികൾ അപ്രസക്തരായി കഴിഞ്ഞു. വൈറ്റ് കോളർ, ബ്ലൂ കോളർ, ഈ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആൾക്കാർ, അധ്യാപകർ, NGOമാർ, ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി ജീവനക്കാർ, യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ, DYFI, SFI, ഇതാണ് ഇവരുടെ വോട്ട് ബേസ്. ഇവരെല്ലാം ഈ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ഡ്രഗ്സ് സംഗതിയിലൊക്കെ ഏർപ്പെടുന്നതും നിയന്ത്രിക്കുന്നതും ഒക്കെ ഇതുപോലത്തെ മാഫിയകളാണ്. അല്ലെങ്കിൽ കായംകുളം MLA U പ്രതിഭ, അവരുടെ മകനെ പിടിച്ചപ്പോൾ അവർ സുതാര്യമായിട്ട് പറയണമായിരുന്നു, ആ കേസ് നിങ്ങൾ അന്വേഷിക്കുക. എൻ്റെ മകൻ കുറ്റക്കാരനല്ല എന്ന് എനിക്കറിയാം, ബട്ട് നിങ്ങൾ ശരി പ്രതിയെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് അത് കുറ്റം തെളിയട്ടെ, പ്രശ്നമില്ല എന്ന് പറയണം. അതല്ലേ ഒരു സത്യസന്ധത എന്ന് പറയുന്നത്. അതല്ലാതെ എൻ്റെ മകനൊരു കുഴപ്പവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനെ വിടിയിച്ചെടുക്കുക, അവനെ പ്രതിപ്പട്ടികയിൽ നിന്ന് മാറ്റുക, പ്രതിപ്പട്ടികയിലാക്കിയ എക്സൈസുകാരെ സ്ഥലം മാറ്റുക, വേറെ ടീമിനെ വയ്ക്കുക, ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ തന്നെ അറിയാം നിങ്ങളുടെ മകൻ ഈ കുഴപ്പത്തിൽ പെട്ടു എന്നുള്ളത്. സത്യസന്ധയായ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള എനിക്ക് പ്രതിഭ പറയണമായിരുന്നു. ഞാൻ എൻ്റെ മകനെ തള്ളി പറയുന്നില്ല, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ പോലീസിൻ്റെ ജോലി ചെയ്യട്ടെ, കോടതിയിൽ കൊണ്ടുപോട്ടെ, എന്താണെന്ന് വെച്ചാൽ ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയാവട്ടെ, എനിക്ക് പരിഭ്രമമൊന്നുമില്ല. ഇതല്ലേ പറയേണ്ടത്. നിയമവാഴ്ചയെ മാനിക്കുന്ന MLAമാരില്ലാത്തൊരു നാട്ടിൽ എന്ത് നടക്കുമെന്നാണ് സിനിജി വിചാരിക്കുന്നത്? സുപ്രീം കോടതി വരെ അഴിമതിയുടെ നിഴലിൽ നിൽക്കുന്നു. പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് ഡിസല്യൂഷൻഡായ ആൾക്കാർ പല സ്ഥലത്ത് വോട്ട് ചെയ്യും. അതിൽ ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ BJPക്ക് സാധിച്ചാൽ BJPക്ക് വൻ പുരോഗതി. അവർ അധികാരത്തിൽ വരുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു പക്ഷേ 26 അധികാരത്തിൽ വരാനുള്ള സാധ്യത കുറവായിരിക്കും. ബട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലോ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിലോ അതിൻ്റെ വ്യത്യാസം കാണാനുണ്ടാവും. വോട്ടർമാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ UDFനും BJPക്കുമായിട്ട് ഈ ആൻറ്റി ഇൻകംബൻസി എന്ന് പറയുന്ന വോട്ടുകൾ വിഭജിച്ച് പോയി എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ ഒരു ഫ്രാക്ചേർഡ് വെർഡിക്റ്റ് ആയിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരുന്നത്. എന്ന് വെച്ചാൽ കുറേ പഞ്ചായത്ത് ഇയാൾക്ക്, കുറേ മുനിസിപ്പാലിറ്റി അയാൾക്ക്, കുറേ കോർപ്പറേഷൻ ഇയാൾക്ക്, ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു നിഗമനത്തിലെത്താൻ പറ്റാത്ത ഒരു വെർഡിക്റ്റ് ഉണ്ടാകും. അതിനർത്ഥം വോട്ടർമാർ കൺഫ്യൂസ്ഡ് ആണെന്നാണ്. 26 നിയമസഭ വന്നു കഴിയുമ്പോഴത്തേക്ക് വോട്ടർമാർ ഏകദേശം ഉറപ്പിക്കും ആരെ എന്ത് ചെയ്യണം.
അതിനുള്ള അർഹത തങ്ങൾക്കുണ്ട് എന്ന് BJPയോ UDFോ തെളിയിക്കണം. ഈ വോട്ടർമാർക്ക് ഞങ്ങളാണ് ഇതിന് പകരം വയ്ക്കാനുള്ളവർ എന്ന് തെളിയിക്കാൻ സാധിക്കുന്നവർക്ക് വിജയം ഏകദേശം ഉറപ്പിക്കാൻ 2026. അത് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ മൈനർ സീറ്റുകൾക്ക് പിണറായി തന്നെ വീണ്ടും വന്നൊന്നും വരാം. ഇപ്പോൾ ഇറ്റ് ഈസ് ടു ഏർലി. തിരഞ്ഞെടുപ്പുകളൊക്കെ കുറേ കാലമുണ്ടല്ലോ ഇനിയും. അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കുകയേ മാർഗമുള്ളൂ. ഏതായാലും ഒരു കാര്യം, ശക്തമായ ആൻറ്റി ഇൻകംബൻസി അത് തൊട്ടറിയാവുന്ന രീതിയിൽ ഈ സർക്കാരിനെതിരെ നിലനിൽക്കുന്നു എന്നുള്ളത് സത്യമാണ്. നമുക്ക് നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.